الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇന്ന് നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 100-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يهد للذين يرثون الأرض من بعد أهلها أن لو نشاء أصبناهم بذنوبهم ونطبع على قلوبهم فهم لا يسمعون. അവലം യഹ്ദി, ഹിദായത്ത് കിട്ടുന്നില്ലയോ, സന്മാർഗം ലഭിക്കുന്നില്ലയോ, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്നില്ലയോ, ലില്ലദീന ഒരു കൂട്ടർക്ക് സന്മാർഗം കിട്ടുന്നില്ലയോ, യരിസൂനൽ അർള അവർ ഭൂമിയെ അനന്തരമെടുക്കുന്നു, മിൻ ബഅദി അഹ്ലിഹ അതിൻ്റെ ആളുകൾക്കു ശേഷം. അല്ലൗ നശാഉ നാം ഉദ്ദേശിച്ചാൽ, അസ്വബ്നാഹും അവർക്ക് മുസീബത്ത് നൽകും, അവരെ ബാധിപ്പിക്കും, ബിദുനൂബിഹിം അവരുടെ കുറ്റങ്ങളെ കൊണ്ട് അവർക്ക് ആപത്തണക്കും. വനത്ബഉ അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുകയും ചെയ്യും. ഫഹും ലാ യസ്മഊൻ അവർ കേൾക്കുകയില്ല. ഒന്നുകൂടെ അർത്ഥം പറയാം. അവലം യഹ്ദി ഹിദായത്ത് കിട്ടുന്നില്ലയോ, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്നില്ലയോ, സത്യത്തിലേക്ക് എത്തിക്കുന്നില്ലയോ, ലില്ലദിന ഒരു കൂട്ടർക്ക് ഹിദായത്ത് കിട്ടുന്നില്ലയോ, സന്മാർഗം കിട്ടുന്നില്ലയോ, യരിസൂനൽ അർള അവർ ഭൂമിയെ അനന്തരമെടുക്കുന്നു, മിൻ ബഅദി അഹ്ലിഹ അതിൻ്റെ ആളുകൾക്ക് ശേഷം, അഥവാ ഒരു വിഭാഗം നശിപ്പിക്കപ്പെട്ടതിനു ശേഷം. അല്ലൗ നശാഉ നാം ഉദ്ദേശിച്ചാൽ, അസ്വബ്നാഹും ബിദുനൂബിഹിം അവരുടെ കുറ്റങ്ങൾ കൊണ്ട് അവർക്ക് മുസീബത്തണക്കും എന്ന അറിവ്, എന്ന ബോധം അവർക്ക് സന്മാർഗം നൽകുന്നില്ലയോ, സന്മാർഗത്തിലേക്ക് എത്താൻ അത് കാരണമാകുന്നില്ലയോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. വനത്ബഉ അലാ ഖുലൂബിഹിം നാം അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുകയും ചെയ്യും. ഫഹും ലാ യസ്മഊൻ അവർ കേൾക്കുകയില്ല, സന്മാർഗം കേൾക്കുകയില്ല, സത്യം കേൾക്കുകയില്ല. ഇവിടെ അവലം യഹ്ദി ചോദ്യമാണ്, ഹിദായത്ത് കിട്ടുന്നില്ലേ എന്നാണ്. ലില്ലദീന യരിസൂനൽ അർള ഭൂമിയെ അനന്തരമെടുത്തവർക്ക്. ഭൂമിയെ അനന്തരമെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ, അവരാണല്ലോ മുൻഗാമികളിൽ നിന്ന് ഈ ഭൂമിയെ അനന്തരമെടുത്തിട്ടുള്ളത്. അപ്പോൾ അറബികളോട്, ഖുറൈശികളോടാണ് മുഖ്യമായ ചോദ്യമെങ്കിലും അതിൻ്റെ അർത്ഥവും ആശയവും ധ്വനിയും ഒക്കെ നമുക്കെല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമയുടെയും സാലിഹ് നബി അലൈഹിസ്സലാമയുടെയും ഹൂദ് നബി അലൈഹിസ്സലാമയുടെയും ശുഐബ് നബി അലൈഹിസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും ഒക്കെ ജനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ആ ഭൂമി പിന്നീട് അനന്തരമെടുത്തിരിക്കുന്ന അവരുടെ പിൻഗാമികളാണ്. ഖുറൈശികളും അങ്ങനെ തന്നെ. അവരുടെ ശുഐബ് നബി അലൈഹിസ്സലാം അറേബ്യൻ നാട്ടിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹിസ്സലാമയും അവരുടെ നാട്ടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാണ്. അപ്പം ഇങ്ങനെ അവരൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി. ആ വിധേയരായതിനു ശേഷം ഇപ്പോൾ ഭൂമിയുടെ അവകാശികളായി ജീവിക്കുന്നത്, ഭൂമിയെ അനന്തരമെടുത്തിരിക്കുന്നത് പിൻഗാമികളായ നിങ്ങളാണ്. അത് നമുക്കുമുള്ള ഒരു അറിയിപ്പാണ്. ഇപ്പോൾ ഭൂമി നിങ്ങളുടെ കൈവശമാണ്, അഥവാ നിങ്ങളാണ് ഭൂമിയെ അനന്തരമെടുത്തിരിക്കുന്നത്. വറസ യരിസു എന്ന അനന്തരമെടുക്കുക, മീറാസ് എന്നൊക്കെ അനന്തരാവകാശ സ്വത്തിനാണല്ലോ നമ്മൾ പറയുക. വാരിസ് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് വാരിസ്, അനന്തരമെടുക്കുന്നവൻ. എല്ലാം അള്ളാഹുവിലേക്കാണ് ചെന്ന് ചേരുക.
അള്ളാഹുവിൻ്റെ അധീനതയിലേക്കും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്കുമാണ്. ഇപ്പോൾ പരിമിതമായ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അള്ളാഹു തആല ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും അന്തിമമായ അവകാശവും അധികാരവും അള്ളാഹുവിന് തന്നെയാണ്. അതാണ് അള്ളാഹു വാരിസാണ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഭൂമിയെ അനന്തരമെടുത്ത് ഭൂമിയിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഖുറൈശികളും പിൻഗാമികളായി പിൽക്കാലത്തൊക്കെ ജീവിക്കുന്ന ഓരോ ജനവിഭാഗങ്ങളും അവർക്കൊക്കെയും സന്മാർഗം കിട്ടേണ്ടതല്ലേ? ഈ പാഠങ്ങൾ കഴിഞ്ഞു പോയ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിൽ നിന്ന് അവരുടെ കൊള്ളരുതായ്മ കൊണ്ടും അവരുടെ കുറ്റകൃത്യങ്ങളും കൊണ്ടാണ് അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുള്ളത് എന്നും പിൽക്കാലത്ത് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഹിദായത്ത് കിട്ടാൻ കാരണമാവേണ്ടതല്ലേ എന്നാണ്. അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർള, ഭൂമിയെ അനന്തരമെടുക്കുന്നവർക്ക് സന്മാർഗം കിട്ടേണ്ടതല്ലേ? അല്ലെങ്കിൽ സന്മാർഗം ലഭിക്കുന്നില്ലയോ? മിൻ ബഅദി അഹ്ലിഹ, അതിൻ്റെ ആളുകൾക്കു ശേഷം. അല്ലൗ നശാഉ, അവർ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നബിയുടെ കാലത്താണ് ഓതി കേൾപ്പിക്കുന്നത് അന്നും ഇന്നിത് ഓതി കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം. അല്ലൗ നശാഉ, നാം ഉദ്ദേശിച്ചാൽ, അല്ലാഹ് ഉദ്ദേശിച്ചാൽ, അസ്വബ്നാഹും, അവർക്ക് മുസീബത്തുണ്ടാകും, ആപത്തണക്കാൻ കഴിയും, അവർക്ക് ദുരന്തങ്ങളുണ്ടാകും. അതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മശീഅത്ത്, അള്ളാഹുവിൻ്റെ മശീഅത്ത് ആണല്ലോ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങളാണ്. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ എന്നുള്ളത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. വല്ലൗ നശാഉ, നമ്മുടെ ഉദ്ദേശ്യമുണ്ടായാൽ, അസ്വബ്നാഹും, അവരെ നമ്മൾ അപായപ്പെടുത്തും, അവരെ നമ്മൾ അപകടത്തിൽപ്പെടുത്തും എന്ന കാര്യം ചിന്തിച്ചിട്ട് ആ നശിപ്പിക്കപ്പെട്ട ജനതയ്ക്കു ശേഷം ജീവിച്ചിരിക്കുന്നവർക്ക് സന്മാർഗം സ്വീകരിക്കാൻ കഴിയണില്ലേ? അവരുടെ നാശത്തിൽ നിന്ന്, അവരുടെ ആപത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് വേണമെങ്കിൽ ഞങ്ങളെയും പിടികൂടാം എന്ന ബോധമുണ്ടാവേണ്ടതല്ലേ? എന്നിട്ട് ഹിദായത്തിലേക്ക് വരേണ്ടതല്ലേ എന്നാണ് നമ്മളോട് അല്ലാഹു തആല ചോദിക്കുന്നത്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അഹമ്മദ് മുസ്തഫൽ മറാഖി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഖുർആൻ വ്യാഖ്യാതാവാണ്, തഫ്സീർ മറാഖി, അദ്ദേഹം പറയുന്നുണ്ട് ആ തഫ്സീറിൽ, ഇത് നമ്മൾ ഒരു ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഓതിപ്പോവുകയോ ചെയ്യേണ്ട ഭാഗമല്ല. ഇവിടെ ഈ ഭാഗത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഖുർആനിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും വലിയ ഗുണപാഠമാണ് ലഭിക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ ആയത്തിലൂടെ ലോകത്തുള്ള സകലർക്കും അല്ലാഹു തആല വലിയ പാഠം നൽകുകയാണ്. ആപത്തിൽ അകപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയരുത്. അങ്ങനെ ആപത്തിൽ അകപ്പെട്ടതിന് ശേഷം സന്മാർഗത്തിലേക്ക് എത്തുക സാധ്യമല്ല. അതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിനെ അംഗീകരിച്ചും അള്ളാഹുവിനെ അനുസരിച്ചും അള്ളാഹുവിനെ ആരാധിച്ചും ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ്. അല്ലൗ നശാഉ അസ്വബ്നാഹും ബിദുനൂബിഹിം, കുറ്റങ്ങൾ കാരണം നാം അവർക്ക് മുസീബത്ത് അണക്കും എന്ന കാര്യം പോരെയോ. വനത്ബഉ അലാ ഖുലൂബിഹിം, പിന്നെ സംഭവിക്കുക അവരുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ മുദ്ര വെക്കും. താബഅ, മുദ്ര വെക്കുക പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രധാനപ്പെട്ട ഉള്ളടക്കമുള്ള കടലാസുകൾ അല്ലെങ്കിൽ പെട്ടികൾ ഒക്കെ നമ്മൾ അരക്ക് വെച്ചിട്ട് സീല് ചെയ്യും. അതാണ് മുദ്ര വെക്കുക എന്ന് പറഞ്ഞത്. പിന്നെ അതിനകത്തുള്ളതൊന്നും പുറത്തേക്ക് എടുക്കാൻ സാധ്യമല്ല, പുറത്തുനിന്നൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനും കഴിയില്ല. അതിനാണ് നമ്മൾ മുദ്ര വെക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുക എന്നുള്ളത് വലിയൊരു ദുരന്തമാണ്, വലിയൊരു അപകടമാണ്, മനുഷ്യന് നേരിടേണ്ടി വരുന്ന വലിയ ഒരു പരീക്ഷണമാണ്. പിന്നെന്താ സംഭവിക്കുക? ഉള്ളിലുള്ള ഒന്നും പുറത്തേക്ക് പോലെ അയിമ തന്നെ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കും. ഒരു സന്മാർഗത്തിലേക്കും ഒരു നിർമാർഗത്തിലേക്കും അവൻ്റെ മനസ്സ് തുറക്കൂല. പുറമെ നിന്ന് എന്തെങ്കിലും അവൻ്റെ ഹൃദയത്തിലേക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ അത് അയാൾക്ക് സ്വീകരിക്കാനും കഴിയില്ല. അതാണ് ത്വാബാഴ് ചെയ്യാന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള വിശ്വാസ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ, അത്യാചാരങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, അതൊക്കെ പുറമേക്ക് തള്ളിക്കളയേണ്ടവനാണ്. അതേപോലെ പുറമേ നിന്ന് ലഭിക്കുന്ന നന്മകളൊക്കെയും സന്മാർഗമൊക്കെയും സത്യമൊക്കെയും സ്വീകരിക്കേണ്ടവനുമാണ്. ഇങ്ങനെ സാധ്യമാകാത്ത ഒരവസ്ഥ മനുഷ്യന് വരുന്നതിനെയാണ് വനത്ബഉ അലാ ഖുലൂബിഹിം, നാം അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫഹും ലാ യസ്മഊൻ, പിന്നെന്താ സംഭവിക്കുക?
അവർക്ക് കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല. കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ കേൾവി ഉണ്ടാവില്ല എന്നല്ല. സന്മാർഗം വകതിരിച്ച് വേർതിരിച്ച് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ, അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ സത്യത്തിൽ നിന്ന് ധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർള, ഭൂമിയെ അനന്തരമെടുത്തിട്ടുള്ളവർക്ക് ഹിദായത്ത് ലഭിക്കുന്നില്ലയോ? മിൻ ബഅദി അഹ്ലിഹ, അതിൻ്റെ ആളുകൾക്കു ശേഷം ഭൂമിയെ അനന്തരമെടുത്തിട്ടുള്ളവർക്ക് ഹിദായത്ത് ലഭിക്കുന്നില്ലയോ? അല്ലൗ നശാഉ അസ്വബ്നാഹും, നാം ഉദ്ദേശിച്ചാൽ അവർക്ക് മുസീബത്തുണ്ടാകും എന്ന കാര്യത്തിൽ നിന്ന് അവർക്ക് ഹിദായത്ത് കിട്ടുന്നില്ലയോ? അസ്വബ്നാഹും ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കൊണ്ട്. വനതുബഉ അലാ ഖുലൂബിഹിം, രണ്ട് അതിന് ഒരുമിച്ച് വരുമ്പോൾ ഉച്ചാരണത്തിന് അല്പം ഒരു പ്രയാസമുണ്ടാകും. നതുബഉ അലാ ഖുലൂബിഹിം, ഒന്നിച്ച് പറയാനും പാടില്ല. നതുബഉ അലാ ഖുലൂബിഹിം അങ്ങനെ പറയാനും പാടില്ല. നതുബഉ അലാ, എളുപ്പമുണ്ടല്ലോ അങ്ങനെ പറയാൻ. നതുബഉ അലാ ഖുലൂബിഹിം, ഒരു അയിന് കേൾക്കുക, അങ്ങനെയല്ല. നതുബഉ അലാ ഖുലൂബിഹിം, രണ്ടായിട്ട് തന്നെ പറയണം. നതുബഉ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ നാം മുദ്ര വെക്കുകയും ചെയ്യും. ഫഹും ലാ യസ്മഊൻ, അവർക്ക് കേൾക്കാൻ കഴിയില്ല, അഥവാ നേർമാർഗം കേട്ടുകൊണ്ട് അത് സ്വീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗം, സന്മാർഗം, സത്യം എല്ലായ്പ്പോഴും കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ്, റമളാൻ അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങളും അതേപോലെ തന്നെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെയും പ്രാർത്ഥനകളും നീ സ്വീകരിക്കുമാറാകണേ അല്ലാഹ്. ഈ ഖുർആനിനെയും ഈ റമളാനിനെയും ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷ്യമായി നാളെ പരലോകത്തിൽ നിന്ന് നൽകണേ രക്ഷിതാവേ. നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ വാത്സല്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് മുക്തി രേഖപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകണേ അല്ലാഹ്. ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും, ഞങ്ങളുടെ മക്കൾക്കും, ഞങ്ങളുടെ മരുമക്കൾക്കും, ഞങ്ങളുടെ സഹോദരന്മാർക്കും, അവരുടെ കുട്ടികൾക്കും, അവരുടെ പേരക്കുട്ടികൾക്കും, അവരുടെ മരുമക്കൾക്കും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും കുറ്റങ്ങൾ ഈ റമളാൻ മാസത്തിൽ നീ പുറത്തു കൊടുത്തുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം അനുവദിക്കുമാറാകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.